സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് വീഡിയോ ഇടുന്നത്. ഇന്ന് നമ്മൾ കളിച്ചു 3 4 കുറച്ച് സ്ട്രൈക്ക് എടുത്ത് കഴിച്ചു. 7 സ്ട്രൈക്ക് വരെ ചെന്ന് മുന്നത്തെ കളി തോറ്റു. അപ്പുറത്ത് മലയാളിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇമോട്ട് ഇട്ട് എനിക്ക് ദേഷ്യം കയറി. ഞാൻ പറ ഹില്ലെടുക്കായിരുന്നു. ലാസ്റ്റ് 3-3 എത്തിപ്പില്ലേ ഗൈസ്. നമ്മൾ രണ്ടാളും മാത്രമേ മലയാളീസ് ആയിട്ടുള്ളൂ. അമ്മ സ്കോഡ് മൊത്തം മലയാളിയായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ടീമേറ്റ്സ് അങ്ങനെ ഒരു ഫോർമേഷനൊന്നും കളിക്കാറില്ലായിരുന്നു. അതുകൊണ്ട് അവന് റൈഡ് ഇട്ടു ടീമിൽ റൈഡ് വെച്ച് ആ എനിമി സോണിലും പെട്ടു. എന്നിട്ട് ആ എനിമി സോണി പിടിച്ച അവിടെ വരുന്നില്ല. ടീമേറ്റ് അവൻ്റെ ഫ്രണ്ടിലേക്കൊക്കെ ചാടിച്ചത്. അതന്നെ ഗൈസ്, ഞാനൊരു മിസ്റ്റേക്ക് ആട്ടി. ഞാൻ അവനെ ഗ്രാനൈറ്റ് കൊല്ലാൻ നോക്കി. പക്ഷെ ഒരു എനിമി 2 പേരെ ലാസ്റ്റ് അല്ലേ വേണ്ട. ഞങ്ങൾ ചറവര കില്ലെടുത്ത് ഞാൻ ലെജൻഡേക്ക് 2 എടുത്തുള്ളൂ. ഓക്കെ, എന്നിട്ട് 1000 ഉണ്ടാകും. ഓക്കെ ഗൈസ്, എന്നിട്ട് 2 പേര് അപ്പുറത്തെ ടീമിൽ ഞങ്ങൾ 3 ആളുണ്ടായിരുന്നു. അപ്പുറത്തെ ടീമിൽ 2 പേര് ഒരുത്തന്നെ റിവൈവ് ചെയ്തു. ഞാൻ നോക്കിട്ടതായിരുന്നു. അവനെ പൊക്കി കഴിഞ്ഞിട്ട് ഞാൻ ആ നോക്കിൻ്റെ അവിടെ തന്നെയാണ് മറ്റവനും കയറി ഗ്രാനൈഡ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ഒരുത്തൻ സൈഡിൽ നിന്ന് അടിച്ച് കൊന്നു ഗൈസ്. അതുകൊണ്ടാണ്. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഗിൽഡ് ലെജൻസ് 11 പേരെ ഇപ്പോൾ ഗിൽഡിലുള്ളൂ. ഒരുത്തൻ ചെറുതായിട്ടൊന്ന് പണിതാണ്. ഗിൽഡിലെ ആക്റ്റീവ് ലീഡർ ഒരുത്തൻ ഓഫീസറാക്കി. അവൻ്റെ അക്കൗണ്ട് ജെറോക്സ് എക്സിക്കോ. എന്നെയും എൻ്റെ ഗിൽഡിലുള്ള ആൾക്കാരെ മസുയുള്ള ഒരുത്തനാണ്. അവനാണ് ജെറോക്സ് എക്സിക്കോ. അതന്നെ ഓഫീസറാക്കിയവനല്ല ഇവൻ. അവൻ്റെ അക്കൗണ്ട് ഇടയ്ക്ക് കയറി. ആരാന്ന് ഞാൻ പറയാനില്ല. ഓക്കെ, ഇവനാണ് കയറുക. ഇവൻ്റെ ഗിൽഡ് കണ്ടാലേ മനസ്സിലാവും ഇതൊക്കെ മുട്ട ഗിൽഡിലെ. ശേഷം ഞാൻ അങ്ങനെ പറയല്ല ഗൈസ്. കേരള സ്കോഡാണ് ഗൈസ് എൻ്റെ ഗിൽഡ്. 11 ഇതുണ്ട്, 2 ലെവലുണ്ട്. ഇതിലും ഗിൽഡല്ലേ ഗൈസ്. ഇതിൻ്റെ നമ്മളുടെ ഗിൽഡ് ഇടുക്കി കയറിയെന്ന് നിങ്ങൾക്ക് ചിലർക്ക് അറിയാം. അസൂയാന്ന് പറയുന്നത് അസൂയ കലക്കി പിടിച്ചേക്കണ ജന്തുവാണ് ഗൈസ് അവൻ. അപ്പം അങ്ങനെ ആക്കിയപ്പോൾ ഓക്കെ, അങ്ങനെ ആക്കിയപ്പോൾ അവൻ അങ്ങ് കയറി പണിതു. ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും നടക്കാൻ പോകില്ല. ഞാൻ 6 ദിവസം ബ്രേക്ക് എടുത്തപ്പോഴത്തേനാണ് ഇങ്ങനെ അവനെ ഓഫീസറാക്കുമെങ്കിൽ എനിക്കറിയാവുന്ന അവൻ ഓൾറെഡി ഇങ്ങനെ കൊണ്ടുകയറുന്നുണ്ട്. ക്രോക്സി പെട്ടെന്ന് അങ്ങ് ചിന്തിച്ചില്ല. ക്രോക്സിയുടെയും കുറ്റമൊന്നുമല്ല, ആ പറ്റിയ ഓഫീസറിൻ്റെയും കുറ്റമല്ല, ഓഫീസറായ പയ്യൻ്റെയും. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് എല്ലാവരെയും അങ്ങ് മാറ്റി വെച്ചേക്കാണ്. ക്രോക്സിനെ ഓഫീസറാക്കിയെന്ന് ക്രോക്സി ഓഫീസറാണ് ഞാൻ. എനിക്കിപ്പോൾ ഗിൽഡിലൊക്കെ പടം ഓഫീസറാക്കാനായിട്ട് വിശ്വാസമുള്ളവരുടെ തീനൊക്കെ മാത്രമാണ് ഗിൽഡിലിപ്പോൾ. ഗൈസ് ലെജൻഡേക്കൊക്കെ ഉണ്ട്. ഐ മീൻ ഇപ്പം ആക്കിയേക്കണത് വരെ മാത്രമേ ഉള്ളൂ. ഞാൻ എല്ലാവരും ഒന്ന് പേടിച്ചിരിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ പോയിന്റ് ലെസ്സായി പോയി. പക്ഷേ കുഴപ്പമില്ല. നിങ്ങൾ അടുത്തരാം ഇവന്മാരാന്ന് തോന്നുന്നു നേരത്തെ വന്ന സ്കൂളിലാണ്. ഇതാണ് ഗൈസ് UAD. നിങ്ങൾ റിക്വസ്റ്റ് ഇടുക. ഉറപ്പായിട്ടും ഗ്രൂപ്പിൽ ഇൻസ്റ്റാഗ്രാമിൽ ഗ്രൂപ്പ് ഉണ്ടായതുകൊണ്ട് എല്ലാത്തിനും പെട്ടെന്ന് ചേരാൻ പറ്റുന്നുണ്ട്. അവര് ബംഗാളീസ് കുറേ എണ്ണം ഉണ്ടായി. പിന്നെ നമ്മൾ ഇനി ഒരിക്കലും അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവില്ല. അപ്പം നിങ്ങളുടെ പേര് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എനിക്ക് മലയാളം തോന്നണം, എന്നാലും കയറ്റാൻ പറ്റുക ഗൈസ്. ഇടുക്കിയിൽ 60ാം സ്ഥാനത്തുള്ള ഗിൽഡാണ്. അപ്പം റാങ്ക് മാസ്റ്ററിന് മേലെയാണെങ്കിൽ എന്തായാലും നമ്മൾ കയറ്റുന്നതായിരിക്കും. അത് മാസ്റ്റർ BRലോ CS ലോ ഒരെണ്ണത്തിൽ ഹീറോയ്ക്കും മറ്റേതിൽ മാസ്റ്റർ ആണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ കയറ്റുന്നതായിരിക്കും. പിന്നെ ഞാൻ അതൊന്നും ഞാൻ പറയാനില്ല ഗൈസ്. ഓക്കെ, ഞാൻ അകപ്പാടെ ഇടുന്ന ഒരേ റൂൾ 1500 ഗ്ലോറി. പിന്നെ ഗിൽഡ് വാർ മാക്സിമം ഒന്ന് കളിക്കുക ഗൈസ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് കേരള പുഷൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ മെമ്പേഴ്സ് ഇല്ല ഗിൽഡിൽ ഇപ്പോൾ തൽക്കാലം. അതാണ് ഒരു കോരിപ്പോന്ന് പറഞ്ഞാൽ. പിന്നെ 1500 വേണം. കാരണം നമ്മൾ ലെവൽ 6 അടിക്കാൻ പോണ ഗിൽഡാണ്. അതന്നെ നമ്മൾ CS കളിക്കാൻ പോകണം ഗൈസ്. 7 സ്ട്രൈക്ക് പോയി കളഞ്ഞല്ലേ. ഇപ്പം എൻ്റെ റാങ്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണും 28 കണ്ടാന്ന് തോന്നുന്നു. 38. അപ്പം നമ്മളൊരു 11 സ്ട്രൈക്കാണ് ലക്ഷ്യം ഇട്ടേക്കണത്. അപ്പം എൻ്റെ കൂടെ തന്നെ ആയിരിക്കും ലെജൻഡേക്ക് മിക്കവാറും കളിക്കും. അപ്പം ലെജൻഡേക്ക് അതന്നെ ഗൈസ് നമ്മൾ മാസ്റ്റർ അടിക്കാൻ വേണ്ടിയിട്ടാണ്. മാസ്റ്റർ അടിക്കണേ ഹീറോ. ഓക്കെ, അപ്പം വെറും 48 ദിവസത്തിനുള്ളിലാണ് ഞാൻ ഇത്രയും ലൈക്കും സംഭവമൊക്കെ ഒപ്പിച്ചത്. പിന്നെ ഗൈസ് എന്താ പറഞ്ഞോളൂ, ഫുള്ള് ഹെഡ് ഷോട്ടാണ്. ഇപ്പം CS ഞാൻ കളിച്ച എന്ത് പറയാനാണ്.
വിൻ സ്ട്രൈക്ക് എൻ്റെ വിളിച്ചടിച്ചായിരിക്കും. ഓക്കെ, ലെജൻഡൊക്കെ എൻ്റെ അടുത്തിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇപ്പം മിക്ക വീഡിയോയും ലെജൻഡൊക്കെ ഉണ്ട് ഗൈസ്. ഞാൻ സോളായിട്ടൊന്നും കളിക്കാറില്ല. പിന്നെ കൂട് നമ്മൾ രണ്ടാളും മാത്രം മലയാളീസ് ആയിട്ടുള്ളൂ കേട്ടോ, അതും വേറെ കാര്യം. പിന്നെ നമ്മൾ സ്കോഡായിട്ട് എന്താ കളിക്കാത്തതെന്ന് വെച്ചാൽ ഈ സമയത്ത് ഇപ്പോൾ ആരും കാണില്ല. ഞാൻ എടുക്കണം 500 ട്രൈ ചെയ്തൊക്കെ. ലോങ്ങിന് അടിക്കണ ഞാൻ ഹെഡൊന്നും അടിക്കാൻ നോക്കണേ ഗൈസ്, കുത്തി അങ്ങ് പിടി നമ്മുടെ സ്റ്റൈല്. സെക്കൻഡ്സിനാണ് അടിച്ചു തീർത്തേ. അവന്മാരെന്ത് ജന്തുക്കളാടാ. ഉമ്മര് M500 കൊണ്ട് എന്താ ഡി അടിച്ചെന്നറിയാവുന്നൊരുത്തൻ. അങ്ങനത്തെ ഒരുത്തനുണ്ട് ഫുള്ള് ഹെഡാ. ആ VIP കിങ് വൈസ് ചില മിസ്റ്റേക്കാണ്. ഓക്കെ, ബുയി അടിക്കണം. നീ MP40 എനിക്ക് വേണേ. സപ്പോർട്ട് എന്ന് വിളിച്ചു ഞാൻ ഫ്ലാഷ് സ്പീഡ് വെച്ചു ഓസ്കാർ. എൻ്റെ ക്യാഷില് EP സാധനം ഒന്ന് വാങ്ങിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. സ്പീഡ് അടിച്ചിട്ടോ ഞാൻ ചാടട്ടെ. ഞാൻ കിട്ടില്ല. നല്ലതാണ്. അത് മറ്റവനാടാ ഞാൻ അടിച്ചത്. ഞാൻ ലോങ്ങിന് അടിച്ചവനാ കൊന്നത്. അല്ല ആവോ ഐസ് കളി തോക്കാന്ന് പറഞ്ഞോളൂ. ഞാൻ കുത്തി അങ്ങ് പിടിച്ച് രസമായിട്ട് അങ്ങനെ കാശുണ്ടായുള്ളൂ. ഗൈസ് 2-0 ആണ് നമ്മൾ കംബാക്ക് എടുത്തത്. ആ കളി ഈ സ്ട്രൈക്കോ കളി ഇമോഷണലി അവന്മാരാണ് ഡാമേജ് ഗൈസ്. ഇമോട്ടെന്നൊക്കെ പറഞ്ഞ എനിക്ക് ദേഷ്യം കയറിയിട്ട് 8 കിലി ചറ അങ്ങെടുത്ത് ആംട്ടം കൂത്തിപ്പിടിയായിരുന്നു. പക്ഷെ ലാസ്റ്റ് ഒരു ചെറിയ മാറി ചെയ്തോളൂ. സ്കില്ലൊന്നും കാര്യമില്ലല്ലോ, ക്യാറ്റർ സ്കില്ല് കാര്യമില്ല. നമ്മൾ ഈ ഗണ്ണ് വെച്ച് എങ്ങനെ അടിക്കും നിങ്ങൾ കണ്ടോളൂ. ഞാൻ ഈ ഗണ്ണ് പ്രോ ആയിപ്പോയി. M4A1 ഉണ്ടെങ്കിൽ എല്ലാത്തിനും ഷോട്ടിൽ ലോങ്ങൊന്നും നോക്കില്ല, അങ്ങ് അടിച്ച് പൊടിച്ചു നൈസ്. M4A1 CS ഇപ്പം നല്ല കളിയാണ്. വാങ്ങിച്ചത് വരുമ്പോൾ അവനപ്പം തന്നെ ഇട്ടേണ്ട്. വാവ് നമ്മൾ ജയിച്ചു. അവിടെ എനിമയുണ്ട്. റഷ്യണ്ട് ബാക്കിൽ നിന്ന് അടിച്ചോ. അവിടെ ഉണ്ട് 4-5 പേരുണ്ട് ഗൈസ്. ന്യൂബാണോ രജിലേക്ക് കണ്ടറിയാം. പിന്നെ ഞാൻ ചറവറ കില്ലെടുക്കായിരുന്നു മഞ്ഞ. ഗോഡ് ഫാദർ 0 ഡാമേജ്. നമ്മൾ കംബാക്ക് എന്നൊക്കെയാണ് പറയണേ. നീയല്ലേ പറഞ്ഞത്. എനിക്ക് വേണ്ടൊരു കണ്ണൂർ ഇഷ്ടമുള്ള P90 ഉണ്ട്. സെറ്റ് എൻ്റെ കൈ ചെറുതായിട്ടൊന്ന് പൊട്ടിരിക്കുകയാണ് ഗൈസ്. അത് ചെറിയതായിട്ടൊരു സംഭവം പറ്റിയതാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പൊട്ടക്കളി ഗൈസ്. അല്ലെങ്കിൽ നമ്മളുടെ കളി നിങ്ങൾക്ക് അറിയാലോ. പക്ഷെ അത് മനസ്സിലാവാത്ത കെമിക്കൽ സയൻസ് എന്താ വെച്ചാൽ ഇതിന് മുന്നേ സ്ട്രൈക്ക് എടുത്ത കളി അടിച്ച് പൊടിച്ചെടുത്തിട്ട് ഓരോ കളി മിനിമം ഒരു 5 കിലൊക്കെ ഉണ്ടാവും. എന്താണോ അവൻ്റെ പ്രോഗ്രാമൊക്കെ റിവൈവ് ആവണേ.
എൻ്റെ പൊന്ന് ദൈവമേ ലെജൻഡേക്ക് സീൻ മറ്റേ 47 ഡാമേജ് ഞാൻ ഡാമേജ് ഒരു സ്നൈപ്പർ ഉണ്ട് മറ്റേ ഞാൻ അയ്യോ എനിക്ക് മറ്റേ സാധനമൊക്കെ ഞാൻ വാങ്ങിച്ചു തന്നു നിനക്കൊക്കെ ആയിട്ട് മറ്റേ എന്താ പറയാ അതുകൊണ്ട് എൻ്റെ ക്യാഷ് ഉണ്ടായില്ല ക്യാഷ് കംബാക്ക് എടുത്ത് ജയിക്കും നമുക്ക് കണ്ടറിയാം. ഞാൻ കുറച്ച് ലെജൻഡിലേക്ക് കൂടി സംസാരിച്ചു പോയി. ഞാൻ വീഡിയോ എടുക്കാൻ തന്നെ മറന്നുപോയി ഗൈസ്. അത് പക്ഷെ അത് മറന്നു. ലെജൻഡേക്ക് കൊണയടിയാണ് പക്ഷേ ലെജൻഡേക്ക് ചുമങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കാണ് വീഡിയോ എടുക്കണോണ്ടാണ് ഗൈസ്. അല്ലടാ അല്ലടാ നീ കളിക്കില്ലേ ഏടപ്പിളി വേണ്ടില്ല. ഗോഡ് ഫാദറിനെ നിന്നെ പൊക്കണേ എനിക്കറിയാം അറിയാൻ ഇപ്പൊ അവനെ കയറിയടിക്കും. നമ്മുടെ ഏറി വെച്ച് ഞങ്ങൾ അടിച്ചു ആക്കി കഴിഞ്ഞു. ഇന്ന് തന്നെ ഐ മീൻ ഇപ്പം നൈറ്റാണ്, ഞാനിപ്പോൾ ഇന്ത്യയിലല്ല, അത് നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പം അതുകൊണ്ടാണ് ഇന്നല്ല നാളെ. അപ്പം ഐ മീൻ ഒരു വീഡിയോയും കൂടി വരുന്നതായിരിക്കും. സാറ്റർഡേ സൺഡേ നമ്മൾ എന്തായാലും കുറച്ചധികം വീഡിയോ ഇടും നോക്കുന്നതായിരിക്കും. ഇരിക്കണം ഇമോട്ടോ നമുക്കുണ്ട് കേസ് ഇമോട്ട്. എനിക്കുണ്ട് അടല ഇതിലൊരു ഇമോട്ടിട്ടുണ്ടിരുന്നോ അവരൊക്കെ അയ്യോ ഓപ്പണായി പോയി ലെജൻഡിലേക്ക് നോക്കാം. ഞാൻ നോക്കാം പോയി നോക്ക്. അവൻ കൃത്യം പൊസിഷനാണ് ഞാൻ പറഞ്ഞു. ഉപയോഗിക്കാൻ പറ്റില്ലടാ. അതറിയില്ല ഈ സാധനത്തെ ലോഡവിടുന്ന പറ്റിയ ഗോഡ് ഫാദറിനെ പൊക്കാനായിട്ട് ഉണ്ട്. കേറിപ്പിടി കുത്തിപ്പിടിച്ചല്ലാണ്ട് അയ്യോ എന്നെ കണ്ടാ പഠിച്ചിട്ട് നീ എന്ത് പണിയാ കാട്ടിയേ? ഞാൻ നല്ല ഡാം കൊടുത്ത്. അതെ പിന്നെ അവിടെ കിടന്ന് ഏറി കളിക്കണ്. അല്ല നീ 8 കുടിക്കണ്ടേ? പിന്നെ 2-3 ഷോട്ട് ആ ഇമോട്ടോ ഓരോ അവകാശം നമ്മുടെ ടീമിലെ പ്ലെയർ ആണ് ഇമോട്ട് ഇട്ടുണ്ട്. അവനെ കുറച്ച് രോമാഞ്ചം വയ്ക്കുന്നുണ്ട്. വിൻചെസ്റ്റർ കണ്ട് എടുക്കണോ നീ പറ. ലെജൻഡേക്ക് പറയുന്നതായിരിക്കും ഞാൻ എടുക്കാല്ലേ. ലെജൻഡേക്ക് എടുക്കാനാണ് പറയണേ. മൂഞ്ചേ ലെജൻഡേക്ക് കിട്ടാട്ടോ. വാങ്ങിച്ചു ഒരുമിച്ച് നാളെയെ ലാസ്റ്റ് കൊണ്ടുപോയി കളയരുത്. എന്തായാലും നമ്മൾ കളഞ്ഞാലും ചാവല്ലേ. അയ്യോ ഗ്ലൂഡറാ മറ്റേ സാധനം പിടിച്ചേക്ക്. വേണ്ട ഇതാക്കി അവനെ ഫിനിഷ് ചെയ്തേ. നമ്മളുടെ ഈശാണോ? അല്ല എന്റെ നോക്ക് നോക്കി അല്ല മാറ്റി നോക്കി. ഗ്ലൂ ഇല്ല.
നീ കാട്ടിക്കൊണ്ടിരുന്നു പക്ഷെ നമ്മൾ 2 കില്ലെടുത്ത് ക്ലൂ ഇല്ലാണ്ടാണ് അവിടെ നീ കൊടുക്കുന്നത് സർക്കസ് ആയിട്ട് ജോക്കർ രൂപൻ ലെജൻഡേക്ക് കളി കൊണ്ടുപോയി കളഞ്ഞതോ കണ്ടറിയാം. അവിടെ കിടന്ന് തുള്ളി കളിക്കണം കുഞ്ഞുപുരു. നമ്മൾ ജയിച്ചു. ഞാൻ ഇപ്പൊ നമ്മൾ ഏസ് എടുക്കുന്നത് ബിഗ് കം ബാക്ക് ഗൈസ്. അവിടെ എഴുതി കട്ടിരുന്നു ട്രോഫിയുടെ അടിയിൽ ബിഗ് കം ബാക്ക്. 3-0 4-3 ജയിച്ചിരിക്കുകയാണ്. നമുക്കൊരു എക്സ്ട്രാ സ്റ്റാർ കിട്ടിയത് എനിക്ക്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ലെജൻഡേക്ക് ഹീറോയ്ക്ക് അടിച്ചു ഗൈസ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. എന്നാൽ ശരി ഗൈസ്, ബൈ ബൈ. ടൈം എത്രയായി ഗൈസ്? അപ്പൊ എന്നാ ശരി, ബൈ ബൈ.